അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയ പഠിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ഭാഷാ സ്നേഹികളെ, ക്രിയകളുടെ പഠനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് നമ്മൾ ക്രിയകളുടെ സിയഗയെക്കുറിച്ചാണ് പഠിക്കുന്നത്. സിയഗുൽ അഫ്ആൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ക്രിയകളുടെ അടിത്തറകൾ. അറബി ഭാഷയിലെ ക്രിയകൾ കൃത്യമായ അർത്ഥവും അതിൻ്റെ പൂർണ്ണതയും മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ആമുഖമായി പറയാനുള്ളത്. നമ്മൾ അറബി ഭാഷയിലെ പദങ്ങളെ മൂന്നായി തിരിച്ചു. അഖ്സാമുൽ കലിമ സലാസ: ഇസ്മു, ഫീല്, ഹർഫ്. നമുക്ക് ഈ കാണുന്ന പദങ്ങളിൽ നിന്ന് ഇസ്മു, ഫീല്, ഹർഫുകൾ ആദ്യം വേർതിരിക്കാം, ഒരു പരിശീലനം എന്ന നിലക്ക്. ഇതിലെ ഇസ്മുകൾ ആബിദുൻ, അതുപോലെ സാഖുൻ, ഹുവ, സർവനാമങ്ങളെല്ലാം ഇസ്മുകളാണ്. അതുപോലെ ഐനുൻ, അബ്ദ്. ഇതിലെ ഫീലുകൾ അബദത്ത്, ഉൻസുർന, അൻഅംത, നസ്തഈനു, തഅബുദൂൻ. ഖുർആനിൽ വന്ന പദങ്ങളാണ് ഞാനിവിടെ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. ഹർഫുകൾ ല, ലി, ലം, ലൻ, മിൻ. ഇങ്ങനെ നമുക്ക് ഇസ്മുകളെയും ഫെയിലുകളെയും ഹർഫുകളെയും വേർതിരിക്കുവാനുള്ള ഒരു പ്രാഥമിക പരിജ്ഞാനം ഇപ്പോൾ ഈ ക്ലാസ്സിലൂടെ നാം നേടിയെടുത്തു. നമുക്കൊരു സംഗതി കൂടി പരിശോധിക്കാം. ഈ കാണുന്ന കോളത്തിലെ ഇസ്മുകൾ ഏതെല്ലാമാണ്? റിജ്ലുൻ എന്നത് ഇസ്മാണ്, ഹ എന്നത് ഇസ്മാണ്, യദുൻ എന്നത് ഇസ്മാണ്, നസ്റുൻ എന്നത് ഇസ്മാണ്, ഖൽഖുൻ എന്നത് ഇസ്മാണ്. ഇതിലെ ഫീലുകൾ സബ്ബിഹു, ഇസ്തഗ്ഫിരി, റഅയ്ത, അഅ്ബുദു, അബത്തും. ഹർഫുകൾ അൻ, വാവ്, സുമ്മ, ഫി, ഇന്ന. ഈ പരിശീലനം നിങ്ങൾ സ്വയം ഇത് കാണുന്നതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതാണ് ഇസ്മു, ഫീല്, ഹർഫുകളെ വേർതിരിച്ച ഭാഗങ്ങൾ. കഴിഞ്ഞ സ്ലൈഡിലെ ഇസ്മിനെയും ഫീലിനെയും വേർതിരിച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, ക്രിയകളെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണമെങ്കിൽ 6 കാര്യങ്ങൾ നമ്മൾ വായിച്ചെടുക്കണം. അതിൽ 5 കാര്യങ്ങൾ എല്ലാ ഫീലുകളിൽ നിന്ന് ലഭിക്കും. മാദിയായ 14 ഫീലുകൾ, മുളാരിൻ്റെ 14 ഫീലുകൾ, അംറിൻ്റെ 6 ഫീലുകൾ. അതിൽ മാദിയുടെ 2 ഫീലുകളും അതുപോലെ മുളാരിൻ്റെ 2 ഫീലുകളും. 6ാമത്തെ കാര്യം, ആ 4 ഫീലുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ 34 ഫീലുകളിൽ 30 ഫീലുകളിൽ ആ രീതിയിലുള്ള ഏത് ഫീല് വന്നാലും അതിൽ 5 കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിലൊന്നാമത്തത്, ഫീല് കാണുമ്പോൾ അത് മാദിയാണോ മുളാരിയാണോ അംറാണോ എന്നാണ് നാം നോക്കേണ്ടത്. രണ്ടാമത്തെ നോട്ടം നടക്കേണ്ടത് ആയിബിനെ കുറിക്കുന്നു, മുഖാത്തബിനെ കുറിക്കുന്നു, മുത്തക്കല്ലിമിനെ കുറിക്കുന്നു. പറഞ്ഞു വരുന്നത്, ആയിബ് എന്നത് നമ്മിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന സമൂഹം. അവൻ, അവൾ, അവർ. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിസംബോധിത സമൂഹം, ഞാൻ, ഞങ്ങൾ. മുത്തക്കല്ലിം എന്ന് പറയുന്നത് ആ
ക്രിയ സംസാരിക്കുന്ന ആളുകൾ, ഞാൻ, ഞങ്ങൾ. മൂന്നാമത് മനസ്സിലാക്കേണ്ടത് ആ ക്രിയകൾ മുസക്കറിനെ കുറിക്കുന്നതാണോ മുഅന്നസിനെ കുറിക്കുന്നതാണോ. നാലാമത് മനസ്സിലാക്കേണ്ടത് ആ ക്രിയ മുഫ്രദാണോ മുസന്നയാണോ ജമ്മാണോ, ഏകവചനമാണോ ദ്വിവചനമാണോ ബഹുവചനമാണോ. മൂന്നാമത്തെ അടിത്തറ അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. നാലാമത്തെ അടിത്തറ അത് ഏകവചനമാണോ ദ്വിവചനത്തെ കുറിക്കുന്നതാണോ ജമ്മിനെ കുറിക്കുന്നതാണോ. നാലാമത്തേത് ഏത് ക്രിയ എടുത്താലും അതിൽ അതിൻ്റെ കർത്താവ് ഉണ്ടാവും. അതിനെ ഫായിൽ എന്നാണ് അറബിയിൽ പറയുന്നത്. ഫായിൽ രണ്ട് രീതിയിൽ ക്രിയകൾ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് കാണാൻ കഴിയാത്തതാണ്, വിസിബിൾ അല്ലാത്ത പദങ്ങളായിരിക്കും. അതിനെ ദമീർ മുസ്തത്തിർ എന്നാണ് പറയുക. അതും ആ ഫീലിൽ നിന്ന് വായിച്ചാലാണ് പൂർണ്ണ അർത്ഥം നമുക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന് മുത്തസിലായ ദമീർ, സർവനാമം എന്നാണ് പറയുന്നത്. ചേർന്ന് നിൽക്കുന്ന, അവൻ മറഞ്ഞു നിൽക്കുന്നതുണ്ട്, അവ രണ്ടുപേർ അതിലൂടെ ചേർന്ന് നിൽക്കുന്ന അക്ഷരങ്ങളാണ്. അതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്തത്തിറായ ദമീറുകൾ മാദിയായ ഫീലിൽ രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. ഫഅല എന്ന ഫീലിൽ ഹുവ മറഞ്ഞിരിക്കുന്നുണ്ട്, ഫഅലത്ത് എന്ന ക്രിയയിൽ ഹിയ മറഞ്ഞിരിക്കുന്നുണ്ട്. മുളാരിയിൽ 5 സ്ഥലങ്ങളിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. യഫ്അലു എന്നതിൽ ഹുവ, തഫ്അലു എന്നതിൽ ഹിയ, മറ്റൊരു തഫ്അലൂല് അൻത, അഫ്അലൂല് അന, നഫ്അലൂല് നഹ്നു. അതുപോലെ മുത്തസിലായ ദമീറുകൾ 6 വരുന്നുണ്ട്. മാദിയിൽ അലിഫ് മുളാരിയിലും അംറിലും കാണാൻ കഴിയും. വാവ് അലിഫുൽ ഇസ്നൈനി എന്നാണ് പറയുക, വാവിനെ വാവുൽ ജമാഅത്ത് എന്നാണ് പറയുക, നൂനിനെ നൂനുൻ നിസ്വ സ്ത്രീകളെ കുറിക്കുന്ന നൂന്. ത തി തു, ത തുമാത്തും തി തുമാത്തുന്ന തു മാദിയിൽ വരുന്ന 7 താകൾ. ന മാദിയിൽ വരുന്ന അവസാനത്തെ ഫിലിൽ വരുന്ന ന. യാ മുളാരിയിലും അംറിലുമാണ് വരിക. തഫ്അലീനയിൽ വരുന്ന യാ, ഇഫ്അലി എന്ന ക്രിയയിൽ വരുന്ന യാ. ഇതെല്ലാം സർവനാമങ്ങളാണ്, ആ ക്രിയകളുടെ ഫായിലുകളാണ്. ഇതും കൃത്യമായി മനസ്സിലാക്കിയാലാണ് അതിൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി അർത്ഥം പറയാൻ കഴിയുള്ളൂ. ആറാമത്തത് 4 ഫീലുകളിലാണ് നമ്മൾ ഈ പഠിച്ച 34 ഫീലുകളിൽ മാദിയിലെ 2 ഫഅലത്ത്, ഫഅലത്ത, താഉൻ സാക്കിന ഫി ആഖിരിഹി. അതാണ് മാദി, അവസാനത്തിൽ സുക്കൂനായ താവര. ഫഅലത്ത്, തബ്ബത്ത്, ഖലഖത്ത്, അബദത്ത്, സമിഅത്ത്. മറ്റൊന്ന് താഉൻ മുതഹരിക, ഹർക്കത്തുള്ള താ. മുളാരിയിൽ തുടക്കത്തിലാണ് വരുന്നത്. തഫ്അലു, തഫ്അലാനി. 4-മത്തെയും 5-മത്തെയും ഫീലിൽ തുടക്കത്തിൽ കാണുന്ന താ ആ ക്രിയകൾ മുഅന്നസിനെ കുറിക്കുന്നു എന്ന് കാണിക്കാനാണ്. നമുക്ക് ഈ ഉദാഹരണത്തിലൂടെ ഇത് വായിച്ചെടുക്കാൻ പറ്റും. ഫഅലത്ത, ഫഅലത്ത എന്നതിൽ 1-മത്തെ അടിത്തറയിൽ അത് മാദിയാണ്, 2-മത്തേൽ അത് ഗായിബാണ്, അവർ 2 സ്ത്രീകൾ പ്രവർത്തിച്ചു എന്നാണ്. 3-മത്തേൽ അത് ക്രിയ മുഅന്നസിനെ കുറിക്കുന്നതാണ്. 4-മത്തേത് അത് മുസന്നയെ കുറിക്കുന്നതാണ്. 5-മത്തേൽ അതിലെ ഫായില് ലമീർ മുത്തസിലാണ്. ഫായിലുഹു ലമീർ മുത്തസിൽ ഐ അലിഫുൽ ഇസ്നൈൻ. 6-മത്തേൽ താഉൻ സാക്കിന ഫി ആഖിരിഹി എന്നതാണ്. ഇഫ്അലു എന്നതിൽ 5 അടിത്തറകളുണ്ട്. കൽപ്പന ക്രിയയാണ്, അമ്രാണ്, മുഖാത്തബാണ്, മുദക്കറാണ്, ജമ്മാണ്, ഫായിലുഹു ലമീറുൻ മുത്തസിൽ ഐ വാവുൽ ജമാഅ. അഫ്അലു എന്ന പദം മുളാരിയായ ഫീലാണ്, മുതകല്ലിമാണ്, മുദക്കറിനെയും മുഅന്നസിനെയും കുറിക്കും, മുഫ്രദാണ്, ഫായിലുഹു ലമീറുൻ മുസ്തതിർ ഐ അന. ഇങ്ങനെ ഏത് ക്രിയ കിട്ടിയാലും നമുക്ക് ഈ 5 അടിത്തറ എല്ലാ ഫീലുകളിലും ഉണ്ടാകും. വളരെ ചുരുങ്ങിയ ഫീലുകളിൽ 6-മത്തെയും നമുക്ക് വായിച്ചെടുക്കാനും അങ്ങനെ അർത്ഥം മനസ്സിലാക്കാനും അതിൻ്റെ പൂർണ്ണതയിൽ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സ്വയം മനസ്സിലാക്കാനും കഴിയേണ്ടതുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് പഠിക്കാം.
ഒന്നാമത് നമ്മൾ പരിശോധിക്കുന്നത്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒരു ക്രിയ കണ്ടാൽ അതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അറബി ഭാഷയിൽ അതിന് സഹായിക്കുന്ന ഫോർമുല പഠിക്കാം. ആദ്യം ക്രിയകളെ 3 തരത്തിൽ മനസ്സിലാക്കണം. മാദിയായ 14 ഫീലുകൾ, മുളാരിയായ 14 ഫീലുകൾ, അമ്ര ഫീലുകൾ, അങ്ങനെ 34 ഫീലാണ് നമ്മൾ പഠിച്ചത്. ആ മാദിയായ 14 ഫീലുകൾ ഫഅല വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. ഫഅല, ഫഅല, ഫഅലു മുതൽ ഫഅൽതു, ഫഅൽന വരെ. അതിൻ്റെ മുളാരിയായ ഫീല് നമ്മൾ 14 പഠിക്കുകയുണ്ടായി. അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കൂടാതെ അമ്ര ഫീല് 6 അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അതിൻ്റെ പ്രാക്ടീസ് നമുക്ക് നടത്താം. താഴെ കാണുന്ന പദങ്ങളിൽ നിന്ന് മാദിയായ പദങ്ങൾ, മുളാരിയായ ക്രിയകൾ, അമ്ര ഫീലുകൾ വേർതിരിച്ച് മനസ്സിലാക്കാം. അബദത്ത് അത് മാദിയായ ഫീലാണ്. ഉൻസുർന മുളാരിയായ ഫീലാണ്. അൻഅംത മാദിയായ ഫീലാണ്. നസ്തഈനു മുളാരിയായ ഫീലാണ്. ഇങ്ങനെ അറബി ഭാഷയിലെ ഏത് ക്രിയകൾ കണ്ടാലും അത് മാദിയാണോ മുളാരിയാണോ അമ്രാണ്. നേരത്തെ നമ്മൾ പരിശോധിച്ചത് പദങ്ങളെ ഇസ്മു, ഫീൽ, ഹർഫ് എന്ന കാറ്റഗറി തിരിച്ചുകൊണ്ടാണെങ്കിൽ ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് അതിൻ്റെ മാദി, മുളാരി, അമ്ര എന്ന പരിശോധനയാണ്. ഈ കോളത്തിൽ നിന്ന് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ 5 മാദിയായ ഫീലുകൾ, 5 മുളാരിയായ ഫീലുകൾ, 5 അമ്ര ഫീലുകൾ നമുക്കിതിൽ കാണാൻ കഴിയും. ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ അടിത്തറയിൽ പരിശോധിക്കേണ്ടതാണ് ഗായിബ്, മുഖാത്തബ്, മുത്തകല്ലിം. ഗായിബ് എന്നാണ് മറഞ്ഞു നിൽക്കുന്നവർ, മുഖാത്തബ് അഭിസംബോധിതർ, മുത്തകല്ലിം സംസാരിക്കുന്നവർ. ഈ സർവനാമങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ആദ്യം ക്രിയകളെ 3 പാർട്ടായി മനസ്സിലാക്കാം. ആദ്യ പാർട്ടിനും രണ്ടാം പാർട്ടിനും 6 ക്രിയകൾ വീതം ഉപയോഗിക്കുന്നു. മൂന്നാം പാർട്ടിന് 2 ക്രിയകൾ ഉപയോഗിക്കുന്നു. 3 പാർട്ടിനും ഉപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങൾ മനസ്സിലാക്കാം. ആദ്യത്തെ 6 ക്രിയകൾ ഗായിബിന്, രണ്ടാമത്തെ 6 ക്രിയകൾ മുഖാത്തബിന്, അവസാനത്തെ 2 ക്രിയകൾ മുത്തകല്ലിമിന്. ഇങ്ങനെയാണ് അത് വേർതിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ അടിത്തറ ക്രിയകളെ മാദി, മുളാരി, അമ്ര എന്ന തലത്തിൽ വായിക്കുക. അതോടൊപ്പം ആ ക്രിയകളിലെ ഗായിബ് ഏതാണ്, മുഖാത്തബ് ഏതാണ്, മുത്തകല്ലിം ഏതാണ് എന്ന് വായിക്കുക. ഈ ക്രിയകളിലെ ആദ്യ പാർട്ട് 6 ഗായിബാണ്, രണ്ടാമത്തെ 6 മുഖാത്തബാണ്, അവസാനത്തെ 2 മുത്തകല്ലിമാണ്. ഇത് തന്നെ മുളാരിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെ അമ്ര ഫീലിൽ നമുക്ക് കാണാൻ കഴിയും. അമ്ര ഫീലിൽ 6 ഫീലുകൾ മുഖാത്തബിനെ കുറിക്കുന്നതാണ്. നമുക്ക് കുറച്ച് പദങ്ങൾ പരിശോധിക്കാം. ഇതിലെ ഗായിബ്, മുഖാത്തബ്, മുത്തകല്ലിം. നേരത്തെ പദങ്ങളെ ഇസ്മു, ഫീൽ, ഹർഫുകൾ എന്ന തലത്തിൽ മനസ്സിലാക്കി. പിന്നീട് ഫീലുകളെ മാദി, മുളാരി, അമ്ര എന്നതിൽ നിന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ താഴെ കാണുന്ന ക്രിയകളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിനെ കുറിക്കുന്ന ഫീലുകൾ ഏതാണ്, മുഖാത്തബിനെ കുറിക്കുന്ന ഫീലുകൾ ഏതാണ്, മുത്തകല്ലിമിനെ കുറിക്കുന്ന ഫീലുകൾ ഏതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് പരിശോധിക്കുമ്പോൾ ഇതിൽ 4 ഫീലുകളാണ് ഗായിബിനെ കുറിക്കുന്നത്. അബദത്ത്, ഖലഖ, യഖ്ലുഖു, യദ്ഖുലൂന. 2 ഫീലുകളാണ് മുത്തകല്ലിമിനെ കുറിക്കുന്നത്. ബാക്കി 9 ഫീലുകൾ മുഖാത്തബിനെ കുറിക്കുന്നതാണ്. ഇതുപോലെ മൂന്നാമത്തെ അടിത്തറ നമുക്ക് മനസ്സിലാക്കണം. അതിൽ ഓരോ പാർട്ടിനെയും നേരത്തെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത ഫീലുകളെ ഏകവചനത്തെ കുറിക്കുന്നത്, ദ്വിവചനത്തെ കുറിക്കുന്നത്, ബഹുവചനത്തെ കുറിക്കുന്ന പദങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അൽ മുഫ്രദ് ഏകവചനം, അൽ മുസന്ന ദ്വിവചനം, അൽ ജമ്മു ബഹുവചനം. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ അടിത്തറ നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തെ അടിത്തറയിൽ നമ്മൾ അതിൻ്റെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്ന തലത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം.
മാദിയായ ഫീലുകളിലെ മുഫ്രദുകളാണ് ആദ്യ കോളത്തിൽ, രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ മുസന്നയാണ്, മൂന്നാമത്തെ കോളത്തിൽ അതിൻ്റെ ജമ്മാണ്. ഇത് തന്നെയാണ് അംർ ഫീല്, മാദിയായ ഫീലിലും മുദാരിയായ ഫീലിലും അംർ ഫീലിലും നമുക്ക് കാണാൻ കഴിയുന്നത്. താഴെ കാണുന്ന ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. മുഫ്രദിനെ കുറിക്കുന്ന പദങ്ങൾ, മുസന്നയെ കുറിക്കുന്ന പദങ്ങൾ, ജമ്മിനെ കുറിക്കുന്ന പദങ്ങൾ, ഈ പദങ്ങളിൽ നിന്ന് വേർതിരിച്ചാൽ നമുക്കിങ്ങനെ വേർതിരിച്ചെടുക്കാൻ കഴിയും. അഅ്ബുദു അൻ അംത ഇസ്തഗ്ഫിരി ഇഹ്ദി, ഇതെല്ലാം ഒരാളെ കുറിക്കുന്നതാണ്. റഅയ്തുമ അബദത ഖലഖ യഖ്ലുഖാനി ഉത്തുബ, രണ്ടുപേരെ കുറിക്കുന്നതാണ്. മൂന്നാമത്തെ കാറ്റഗറിയിൽ ജമ്മിനെ കുറിക്കുന്ന പദങ്ങളാണ്. രണ്ടിൽ കൂടുതൽ ആളുകൾ ആ ക്രിയകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. നാലാമത്തെ അടിത്തറ വീണ്ടും അതിലെ ഓരോ പദങ്ങളെയും പുല്ലിംഗം, സ്ത്രീലിംഗം, മുദക്കർ, മുഅന്നസ് എന്നിങ്ങനെ രണ്ടായി തിരിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിത്തറ വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ക്രിയകൾ മുദക്കറിനെ കുറിക്കുന്നതാണോ മുഅന്നസിനെ കുറിക്കുന്നതാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇതിൽ ഫഅലത്ത്, ഫഅലത്ത, ഫഅല എന്നുള്ളത് മുഅന്നസിനെ കുറിക്കുന്നതാണ്. ഫഅൽത്തി, ഫഅൽത്തുമ, ഫഅൽത്തുന്ന എന്നുള്ളത് മുഅന്നസിനെ കുറിക്കുന്നതാണ്. അവസാനത്തെ രണ്ടെണ്ണം മുദക്കറിനെയും മുഅന്നസിനെയും കുറിക്കും. താഴെ കാണുന്ന പദങ്ങളിൽ നിന്ന് നമുക്ക് മുദക്കർ, മുഅന്നസുകൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെ വേർതിരിച്ച് പഠിക്കുമ്പോൾ മുദക്കറിന് മാത്രമുള്ളത്, മുഅന്നസിന് മാത്രമുള്ളത്, മുദക്കർ, മുഅന്നസ് രണ്ടിനും പ്രയോഗിക്കുന്ന പദങ്ങളെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ആഴത്തിൽ നമ്മൾ പഠിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു, സർവനാമങ്ങൾ, ക്രിയകളിലുള്ള സർവനാമങ്ങൾ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് മറഞ്ഞു നിൽക്കുന്ന സർവനാമങ്ങളാണ്, മറ്റൊന്ന് ചേർന്ന് നിൽക്കുന്ന സർവനാമങ്ങളാണ്. അൽ-ലമായിർ അൽ-മുസ്തത്തിറ, അൽ-ലമായിർ അൽ-മുത്തസില. മാദിയായ ഫീലിൽ മറഞ്ഞു നിൽക്കുന്നത് ഫഅലയിൽ ഹുവ, ഫഅലത്തിൽ ഹിയ. മുദാരിയിൽ 5 സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. യഫ്അലു, തഫ്അലു, തഫ്അലു, അഫ്അലു, നഫ്അലു. അംർ ഫീലിൽ ഒരു സ്ഥലത്താണ് വരുന്നത്, അത് ഇഫ്അൽ എന്നതാണ്. ഇങ്ങനെ 5 സർവനാമങ്ങൾ ക്രിയകളിൽ മറഞ്ഞു നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ മുത്തസിലായി വരുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അലിഫുൽ ഹുസ്നൈനി, വാവുൽ ജമാഅ, നൂനുൻ നിസ്വ, താ മുതഹരിക, ന അദാലത്തു അലൽ ഫായിലി. വരയിട്ടിരിക്കുന്നത് മുസ്തത്തിറായ ദമീറിനെ കുറിക്കുന്നതാണ്. ഒരു മുദാരിയിലാണെങ്കിൽ, മാദിയിലാണെങ്കിൽ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് മുദാരിൻ്റേതാണ്. മാദിയിൽ 2 സ്ഥലങ്ങളിൽ, മുദാരിയായ സ്ഥലങ്ങൾ വിശദീകരിച്ചപ്പോൾ 5 സ്ഥലങ്ങളിൽ ആ വര നമുക്ക് കാണാൻ കഴിയും. ഇതും നമ്മൾക്ക് ക്രിയകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയണം. ഇതിൻ്റെ വിശദമായ പഠനം നമ്മൾ പിന്നീട് പറയുന്നതാണ്. അതിനെ ഫായിൽ എന്നാണ് പറയുക ആ സർവനാമങ്ങൾക്ക്. സർവനാമങ്ങളെ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് ദമീർ മുത്തസിലിനെയും ദമീർ മുസ്തത്തിറിനെയും വായിച്ചെടുക്കാം. ഈ പദങ്ങളെ വേർതിരിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം. തുബ അലിഫ്, യഅ്ബുദൂന അലവാവ്, നസർന ന, റഅയ്ത ത, നസർന ന, ഇസ്തഗ്ഫിരി യ. ഹലക്കയിൽ ഹുവ മറഞ്ഞു നിൽക്കുന്നു, ഖതബത്തിൽ ഹിയ. ഈ രീതിയിൽ മറഞ്ഞു നിൽക്കുന്നതിനും ചേർന്ന് നിൽക്കുന്നതിനും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആറാമത്തെ അടിത്തറ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് വരുന്നത്. മാദിയായ ഫീലിലെ അവസാനത്തിൽ സുക്കൂനുള്ള താ വരുന്നത് മുഅന്നസിൻ്റെ അടയാളമാണ്. അതേ ഫീലുകളുടെ മുദാരികൾ ആദ്യത്തിൽ അത് ഹർക്കത്തുള്ള തായിലും വരും. മാദിയിൽ ഫഅലത്ത്, ഫഅലത്ത. മുദാരിയിൽ തഫ്അലാനി, തഫ്അലു. മാദിയിൽ 2 ക്രിയയുടെ അവസാനത്തിൽ വരുന്ന സുക്കൂനുള്ള താ, മുദാരിയിൽ 2 ക്രിയയുടെ ആരംഭത്തിൽ വരുന്ന ഹർക്കത്തുള്ള താ. മാദിയിൽ ആ തായിന് ഹർക്കത്ത് ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. അത് 2 സുക്കൂനുകൾ അടുപ്പിച്ച് വന്ന് ആദ്യത്തെ പദം അലിഫ് വാവിയ അല്ലെങ്കിൽ അതിന് ഹർക്കത്ത് കൊടുത്ത് ഉപയോഗിക്കും. ഫഅലത്ത് പ്ലസ് അലിഫ് രണ്ടിനും സുക്കൂനാണ്. അങ്ങനെ
താ അലിഫ് മാവ് യായിൽപ്പെട്ടതല്ലാത്തതുകൊണ്ട് അതിന് ഫത്തഹിൻ്റെ ഹർക്കത്ത് കൊടുത്തു. അങ്ങനെയാണ് ഫഅലത്ത എന്ന് വന്നത്. ഇതും നമുക്ക് ഈ വാചകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ഈ വാചകങ്ങളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി ഈ കളർ കൊടുത്ത ദഹബത്ത്, തക്തുബ്, ദഖലത്ത്, തഖറആനി, റജഅത്ത്, തദ്ഹബ്, റജഅത്ത, തദ്ഹബാനി, മാദിയിൽ വന്ന അലാമത്തു താനീസ് താഉൻ സാക്കിന ഫി ആഖിരിഹി, മുദാരിയിൽ വന്ന അലാമത്തു താനീസ് താഉൻ മുത്തഹരിക ഫി അവലിഹി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ വിഷയത്തിൽ പഠിക്കാനുള്ളത്. കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സിയുൽ അഫ്ആല് മാദിയായ ഫീലിൽ ഇങ്ങനെ നമുക്ക് പൂർണ്ണമായും വായിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ 14 രൂപത്തിൻ്റെയും വിശദാംശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 അടിത്തറകളും 5 അടിത്തറകളും എല്ലാ ഫീലുകളിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇതേപോലെ മുളാരിയായ ഫീലിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മുളാരിയായ ഫീലിലെ 14 ഫീലുകളിലെയും വിശദാംശമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ അമ്ര ഫീലിലെ 6 ക്രിയകളിലും നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.